2021 ഈ ലോകത്ത് നിന്ന് COVID-19 പൂർണ്ണമായി നീക്കപ്പെടും. പിന്നീട് ഈ ലോകം കാണാൻ പോകുന്നത് മനുഷ്യരാശി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മഹാമാരിയായിരിക്കും. ഇത് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഒരു പ്രവചനങ്ങളിലൊന്നാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിക്കോളാസ് ഒജൂള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ 2021 കുറിച്ചുള്ള ചില പ്രവചനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒരു വർഷത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ പൊക്കിപ്പിടിച്ചുകൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രഡിക്ഷനുകൾ. ഇത്തരത്തിലുള്ള പ്രഡിക്ഷനുകൾക്ക് മനുഷ്യന്മാർ പൊതുവെ വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് കൊടുക്കാറുള്ളത്. ഇത്തരത്തിലുള്ള പ്രഡിക്ഷനുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്താണ് ഇവർ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്ത വർഷത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ത്വരയാണ് ഇവർക്ക് ഈ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്ന് കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അത്തരമൊരു പ്രഡിക്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നിക്കോളാസ് ഒജൂള എന്ന് പറയുന്ന വ്യക്തിയും വന്നിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹത്തെ മറ്റ് പ്രഡിക്റ്റേഴ്സിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം പ്രവചിച്ചതിൽ ഏറ്റവും കൂടുതൽ ശതമാനം കാര്യങ്ങളും നടന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിക്കോളാസ് ഒജൂളയുടെ ഈ പ്രവചനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് നിക്കോളാസിൻ്റെ ജനനം. ചെറുപ്പം മുതൽ തന്നെ ചെറിയ രീതിയിൽ പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെ നിക്കോളാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്തല്ല നിക്കോളാസിൻ്റെ കഴിവ് മനസ്സിലാക്കിയത് നിക്കോളാസിൻ്റെ പിതാവായ ഒജൂള മാത്രമായിരുന്നു. ഈ ഒരു സമയത്താണ് നിക്കോളാസിൻ്റെ ഈ ഒരു കഴിവ് മനസ്സിലാക്കിയും നിക്കോളാസിന് ഈ ഒരു മേഖലയിൽ തന്നെ നല്ലൊരു ഭാവി കാണാൻ കഴിയുന്നുവെന്ന് നിക്കോളാസിൻ്റെ പിതാവായിട്ടുള്ള ഒജൂള മനസ്സിലാക്കുകയാണ്. നിക്കോളാസിൻ്റെ ഈ ഒരു പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് മനസ്സിലാക്കിയത് നിക്കോളാസിൻ്റെ പിതാവായിട്ടുള്ള ഒജൂള മാത്രമായിരുന്നു. മൂന്നാമതൊരു വ്യക്തിക്ക് ഈ ഒരു കഴിവിനെക്കുറിച്ച് വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് നിക്കോളാസിൻ്റെ പിതാവ് തൻ്റെ മകനിലുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മനഃശാസ്ത്ര മേഖലയിലേക്ക് കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനഃശാസ്ത്ര മേഖലയിൽ വലിയ രീതിയിൽ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിക്കോളാസ് ഒജൂളക്ക് പുതിയൊരു കഴിവ് കൂടി മുന്നോട്ടേക്ക് വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ പുതിയൊരു കഴിവിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ഭൂതകാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് നിക്കോളാസ് ഒജൂളയുടെ പുതിയൊരു കഴിവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയങ്ങളിലെല്ലാം നിക്കോളാസ് ഒജൂള വലിയ രീതിയിൽ പ്രഡിക്ഷനുകളിൽ കൂടുതലായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. നിക്കോളാസ് ഒജൂളയുടെ ഒന്നാമത്തെ പ്രഡിക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രതിഷേധം ഉയരുമെന്നുള്ളതാണ്. ഈ ഒരു പ്രതിഷേധം ഏകദേശം 2-3 വർഷം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുമാണ് നിക്കോളാസ് ഒജൂള പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിക്കോളാസ് ഒജൂളയുടെ രണ്ടാമത്തെ പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് കോവിഡിന് പകരം മറ്റൊരു രോഗം കൂടി വരുമെന്നായിരുന്നു നിക്കോളാസ് ഒജൂളയുടെ രണ്ടാമത്തെ പ്രവചനമായിട്ട് വരുന്നത്. ഈ ഒരു രോഗം ഏകദേശം ഒരു പന്നിപ്പനിയുടെ രീതിയിലൊക്കെ ആയിട്ടാണ് വരിക എന്നുള്ളതാണ് നിക്കോളാസ് ഒജൂള പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിക്കോളാസ് ഒജൂളയുടെ മൂന്നാമത്തെ പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകം കണ്ട ഒരു നേതാവിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു നേതാവ്, ഈ കൊല്ലപ്പെടാൻ പോകുന്ന നേതാവ് ആരാണെന്ന് നിക്കോളാസ് ഒജൂള വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. നിക്കോളാസ് ഒജൂളയുടെ നാലാമത്തെ പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഴിമതി കാരണം നമ്മുടെ ലോക ഉച്ചകോടിയെ വരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നിക്കോളാസ് ഒജൂളയുടെ നാലാമത്തെ പ്രവചനമായിട്ട് വരുന്നത്. നിക്കോളാസ് ഒജൂളയുടെ അഞ്ചാമത്തെ പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടക്കാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള വ്യതിയാനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് നിക്കോളാസ് ഒജൂള അഞ്ചാമതായിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിക്കോളാസ് ഒജൂള ഈ ഒരു പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് നിക്കോളാസ് ഒജൂള വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് കൂടുതലായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി കാണുന്നവരെ ഇറ്റ്സ് മീ നസീ സൈനിങ് ഔട്ട്.